സീതാപൂർ എന്ന ഗ്രാമത്തിൽ കിരൺ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കിരണിന് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൾ അവളുടെ ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നത്. അവളുടെ ബന്ധുക്കൾ അവളെ കൊണ്ട് വീട്ടുജോലികളെല്ലാം ചെയ്യിപ്പിച്ചിരുന്നു. ഇത്രയും പണിയെടുപ്പിച്ചിട്ടും അവർ അവൾക്ക് ശരിക്കും ഭക്ഷണം കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ട് കിരണും വിശന്നു വലഞ്ഞ് ക്ഷീണിച്ച് അവശയായി ഉറങ്ങുമായിരുന്നു. കിരണിന് ചിത്രം വരയ്ക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അവൾ എപ്പോഴും തറയിൽ ഒരു കമ്പ് ഉപയോഗിച്ച് വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കാണുമ്പോൾ അവളുടെ അമ്മായി കിരണിനെ ചീത്ത പറയുകയും തല്ലുകയും ചെയ്തിരുന്നു. നിനക്കിത്തരം അനാവശ്യ ജോലികളൊക്കെ ചെയ്യാം, വീട്ടുജോലി മാത്രം ചെയ്യില്ല അല്ലേ? ഇനി നീ ഇത് ചെയ്യുന്നത് കണ്ട നിന്നെ കൊന്നുകളയും. കിരൺ കരയാൻ തുടങ്ങി. അമ്മായി പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്തു തീർത്തല്ലേ, പിന്നെ എന്തിനാ എന്നെ തല്ലുന്നത്? വീണ്ടും അവർ കവിളത്തടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്തൊരു ധൈര്യം എന്നെ ധിക്കരിച്ചു പറയുന്നോ? നിനക്കിന്ന് ആഹാരമില്ല, അത് നീ മറന്നേക്ക്. അടുത്ത ദിവസം രാവിലെ കിരണിന്റെ അമ്മായി അവളോട് വെള്ളം ചൂടാക്കാൻ പറഞ്ഞു. കിരണും വെള്ളം വെച്ചു. അത് അമ്മായിയോട് പറഞ്ഞിട്ട് അവൾ മറ്റെന്തോ ആവശ്യത്തിനു വേണ്ടി പോയി. അമ്മായി അത് തിളച്ച വെള്ളമാണെന്ന് ഓർക്കാതെ ആ വെള്ളം അതേപടിയെടുത്ത് തലയിലൊഴിച്ചു. അവർ ദേഷ്യത്തോടുകൂടി കിരണിനെ വിളിച്ചു. നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണല്ലേ? ഇല്ല അമ്മായി, ഞാൻ ചൂടുവെള്ളമാണെന്ന് അമ്മായിയോട് പറഞ്ഞിട്ടല്ലേ പോയത്. അവർ ബാക്കിയുണ്ടായിരുന്ന വെള്ളമെടുത്ത് കിരണിന്റെ തലയിൽ ഒഴിച്ചു. പാവം, അവൾക്ക് പൊള്ളൽ സഹിക്കാൻ പറ്റിയില്ല. കുറെ ദിവസം കഴിഞ്ഞ് കിരൺ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കിരണിനെ തള്ളി താഴെയിട്ടു. അപ്പോൾ കിരണിന് പരിക്ക് പറ്റി. കിരൺ അവളുടെ അമ്മായിയോട് ആ കുട്ടി ചെയ്ത തെറ്റിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അമ്മായിയോ കിരണിനെയാണ് ശാസിച്ചത്. നീ എന്തിനാ പുറത്തുപോയത്? വീട്ടുജോലികളൊന്നും ചെയ്യാതെ നീ കളിക്കാൻ വേണ്ടി പുറത്തുപോയോ? കിരണിന് വല്ലാത്ത സങ്കടമായി. പാവം, അവൾ കരഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ആ ചിത്രം വരച്ചു. ആ ചിത്രം വരച്ചു പൂർത്തിയായ ഉടനെ കിരണിന്റെ കണ്ണുനീർത്തുള്ളികൾ അതിൽ വീണു. പെട്ടെന്നവിടെ ഒരു ദേവത പ്രത്യക്ഷയായി. ദേവതയെ കണ്ട കിരൺ ഭയന്നുപോയി. അവൾക്ക് കരച്ചിൽ വന്നപ്പോൾ ദേവത കാര്യമെന്താണെന്ന് തിരക്കി. എന്തുപറ്റി കിരൺ? നീ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ ആരാ? എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനൊരു ദേവതയാണ്, ദേവലോകത്തു നിന്ന് വന്നതാണ്. നിന്റെ കണ്ണുനീർ കണ്ടിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ഇപ്പോൾ വന്നത്. എന്റെ കണ്ണുനീര് കണ്ടിട്ടോ നിങ്ങൾ ശരിക്കും ദേവതയാണോ? അതെ, ഞാൻ ശരിക്കും ദേവത തന്നെയാണ്. ഏത് കുഞ്ഞാണോ സന്മനസ്സോടുകൂടി ദൈവത്തോട് സഹായം ചോദിക്കുന്നത്, അവർക്ക് വേണ്ടി ദൈവം ഞങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നതാണ്. നീ ഇപ്പോൾ എന്തിനാണ് കരയുന്നത്? എന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. എന്റെ ബന്ധുക്കൾക്കും എന്നെ ഒട്ടും ഇഷ്ടമല്ല. എല്ലാ ജോലികളും ചെയ്തിട്ട് എനിക്ക് സമയത്തിന് ഭക്ഷണം തരുന്നില്ല. നീ കരയാതിരിക്കൂ കിരൺ. ഞാൻ നിനക്കൊരു മാന്ത്രിക പെൻസിൽ തരാം. ഇനി നീ കരയേണ്ട ഒരാവശ്യവുമില്ല. ഈ പെൻസിൽ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാ? ഇതിനു പകരം എനിക്കൊരു പേന തന്നാ മതി. ഉടനെ ദേവത ചിരിച്ചു. ഇത് ചിത്രം വരയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇതൊരു അസാധാരണമായ പെൻസിലാണ്. ഇതൊരു മാന്ത്രിക പെൻസിലാണ്. നീ ഇതുപയോഗിച്ച് ഏത് ചിത്രം വരച്ചാലും അത് യഥാർത്ഥത്തിൽ നിന്റെ മുന്നിൽ വന്ന് നിൽക്കും. അവൾക്കത് കേട്ടപ്പോൾ സന്തോഷമായി. ഈ പറഞ്ഞത് സത്യമാണോ? അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് സഹായം ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാവൂ, നിനക്കും പിന്നെ പാവങ്ങൾക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവത അപ്രത്യക്ഷയായി. ആ പെൻസിൽ എടുത്ത് കിരൺ പരിശോധിച്ചു നോക്കി. ആ പെൻസിൽ കൊണ്ട് അവൾ ഒരു ചോക്ലേറ്റ് വരച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ അവിടെ ഒരു യഥാർത്ഥത്തിലുള്ള ചോക്ലേറ്റ് വന്നു. അത് കണ്ടപ്പോൾ കിരണിന് വലിയ സന്തോഷമായി. പിന്നീട് അതിൽ ഭക്ഷണ വിഭവങ്ങൾ വരച്ചു. അല്പസമയത്തിനുള്ളിൽ അതും അവിടെ എത്തി. പിന്നീട് അവൾക്ക് വേണ്ടിയുള്ള ചില ഉടുപ്പുകൾ വരച്ചു. അതും അവൾക്ക് കിട്ടി. അതിനുശേഷം ഗ്രാമത്തിലുള്ളവരെയെല്ലാം അവൾ സഹായിച്ചു. ഗ്രാമവാസികൾക്കെല്ലാം കിരണിനെ വളരെ ഇഷ്ടമായി. ഇത് കണ്ട അവളുടെ ബന്ധുക്കൾ അതിശയത്തോടുകൂടി ഇതൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവളോട് ചോദിച്ചു, കിരൺ മോളെ, എന്നോടൊരു സത്യം പറഞ്ഞേ. ഈയിടെയായിട്ട് നീ എല്ലാരെയും സഹായിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നീ എങ്ങനെയാണ് ചെയ്യുന്നത്? നിനക്ക് നിധിയോ മറ്റോ കിട്ടിയിട്ടുണ്ടോ? ഇല്ല അമ്മായി, അതൊക്കെ ഞാൻ സാധാരണ പോലെ ചെയ്തതാ. ദേ നോക്കു മോളെ, ഞാൻ നിന്റെ അമ്മയെ പോലെയാ. എന്നോട് നിനക്ക് സത്യം പറഞ്ഞൂടെ? വീട്ടിലുള്ളവരോട് പറയാൻ എന്തിനാ മടിക്കുന്നത്? കിരണിന് പാവം തോന്നി. അവൾ അവരോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ശരി, ഞങ്ങൾക്കും ആ മന്ത്ര പെൻസിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചു തന്നേ. കിരൺ ആ പെൻസിൽ എടുത്തുകൊണ്ടുവന്ന് അവരെ കാണിച്ചു.
മോളെ, ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ? ഉടനെ കിരൺ ഒരു മാമ്പഴം വരച്ചു. അല്പസമയത്തിനുള്ളിൽ ഒരു മാമ്പഴം കിട്ടി. ഇത് കണ്ടപ്പോൾ അവർ രണ്ടുപേർക്കും വളരെ സന്തോഷമായി. അവർ പെട്ടെന്ന് തന്നെ ആ പെൻസിൽ കിരണിൽ നിന്നും വാങ്ങി. കിരൺ കരഞ്ഞുകൊണ്ട് ആ പെൻസിൽ തിരികെ ചോദിച്ചു. പക്ഷേ അവർ ആ പെൻസിൽ അവൾക്ക് തിരിച്ചു കൊടുക്കാതെ കവിളത്തടിച്ചു. അവർ ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഈ മാന്ത്രിക പെൻസിൽ വെച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കും. അതെ അതെ, നമുക്കിത് ഉപയോഗിച്ച് എല്ലാം സ്വന്തമാക്കാം. പിന്നീട് എല്ലാവരും നമ്മുടെ അടിമകളായിരിക്കും, നമ്മൾ രാജാക്കന്മാരും. ഉടനെ അയാൾ ഒരു സ്വർണ്ണ നാണയം വരച്ചു. പക്ഷേ അത് വന്നേയില്ല. പിന്നെ അമ്മായി ആ പെൻസിൽ വാങ്ങി. അവർ ഒരു മാല വരച്ചു നോക്കി. പക്ഷേ അപ്പോഴും ഒന്നും വന്നില്ല. അയാൾ ഉടനെ ആലോചിച്ചു, ആ ദേവത കിരണിനല്ലേ പെൻസിൽ കൊടുത്തത്, അതുകൊണ്ട് അവൾ വരച്ചാലേ കിട്ടൂ. അയാൾ പെൻസിൽ അവളുടെ അടുത്ത് കൊടുത്ത് അവളോട് വരയ്ക്കാൻ പറഞ്ഞു. വരച്ചില്ലെങ്കിൽ അടികൊള്ളുമെന്നും പറഞ്ഞു. കിരൺ വല്ലാതെ പേടിച്ചു. പിന്നീട് അവൾ ചിന്തിച്ചു, ഒരുപക്ഷെ ഞാനിത് വരച്ചില്ലെങ്കിൽ ഇവരെന്നെ തല്ലുമല്ലോ. അതുകൊണ്ട് കിരൺ വരച്ചു. അവൾ സ്വർണ്ണ നാണയമല്ല വരച്ചത്, ആ ദേവതയെയാണ്. കിരൺ ദേവതയെ വരച്ച ഉടനെ ദേവത പ്രത്യക്ഷയായി. ദേഷ്യത്തോടുകൂടി, നിങ്ങൾക്കെന്താ ഇത്രയ്ക്ക് ദുസ്വഭാവം? ഈ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ ഇവൾ സഹായിച്ചതിന് നിങ്ങൾ ഇവളെ വിളിച്ച് പ്രശംസിക്കുകയായിരുന്നു വേണ്ടത്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഇവളെ ശിക്ഷിക്കുകയാണോ? ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവളെ ശരിക്കല്ല നോക്കിയത്. ഞങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കിരണിനോട് കൈകൂപ്പി ക്ഷമ ചോദിച്ചു. കിരണും അവർക്ക് മാപ്പ് നൽകി. ദേവത വീണ്ടും ആ പെൻസിൽ കിരണിന് നൽകി. കിരൺ, ഇത് നിന്റെ പെൻസിലാണ്. മുൻപ് നീ എങ്ങനെയാണോ ഇത് ഉപയോഗിച്ച് എല്ലാവരെയും സഹായിച്ചത്, അതേപോലെ വീണ്ടും ചെയ്യണം. നന്ദി ദേവതേ, ഞാൻ എല്ലാവരെയും വീണ്ടും സഹായിക്കും. മുൻപ് ചെയ്തതുപോലെ തന്നെ കിരൺ വീണ്ടും എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവളുടെ ബന്ധുക്കൾ അവളെ സ്വന്തം മോളെപ്പോലെ നോക്കാൻ തുടങ്ങി. മീർപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിൽ ശ്യാമും രുക്മിണിയും ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു വന്നു. അവർ രണ്ടുപേരും സൽസ്വഭാവികളും ദയാശീലമുള്ളവരുമായിരുന്നു. അവർ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു വന്ന് ചന്തയിൽ കൊണ്ടുപോയി അത് വിറ്റുപോന്നു. അതിൽ മിച്ചം വരുന്ന വിറകെടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ പാചകം ചെയ്യാൻ ഉപയോഗിച്ചു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വിറകടുപ്പിലാണ് പാചകം ചെയ്തിരുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും തീപ്പെട്ടി ഉണ്ടാകുമായിരുന്നു. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ഒരു കച്ചവടക്കാരൻ തന്റെ അത്യാഗ്രഹം കൊണ്ട് വ്യാജമായ തീപ്പെട്ടികൾ വിൽക്കാൻ ആരംഭിച്ചു. അതിൽ പകുതി തീപ്പെട്ടിക്കൊള്ളികൾ മാത്രമേ കത്തുകയുള്ളൂ, ബാക്കി കത്തുകയേയില്ല. എന്താ കടക്കാരാ, ജനങ്ങളുടെ അടുത്തുനിന്ന് നന്നായിട്ട് കൊള്ളയടിക്കുന്നില്ലേ? അപ്പോ മര്യാദയ്ക്കുള്ള തീപ്പെട്ടി കൊടുക്കരുതോ? പാതി തീപ്പെട്ടിക്കോല് കത്തുന്നില്ല. നോക്ക് ശ്യാമേ, നീ കൊണ്ടുപോകുന്ന വിറകെല്ലാം കത്തുന്നത് എന്റെ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടാ. എന്റെ തീപ്പെട്ടിക്കൊള്ളി ഇല്ലെങ്കിലേ നിന്റെ വിറകൊന്നും കത്തത്തില്ല. ദാ നോക്കൂ, അത്യാഗ്രഹം വളരെ മോശമാണ്. നിങ്ങൾ ചെയ്യുന്നത് തീരെ ശരിയല്ല. തനിക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോ. വെറുതെ ഇവിടെ നിന്ന് വർത്താനം പറയരുത്. എനിക്ക് വേറെ ജോലിയുണ്ട്. ശ്യാം ആ കച്ചവടക്കാരനെ പറഞ്ഞു മനസ്സിലാക്കാൻ എത്രയോ ശ്രമിച്ചു. പക്ഷേ കച്ചവടക്കാരനോ ശ്യാം പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. ഒരു ദിവസം പതിവ് പോലെ ശ്യാമും രുക്മിണിയും വിറക് ശേഖരിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. രണ്ടുപേരും ഒരു മരത്തിനടിയിൽ ചെന്ന് നിന്നു. പെട്ടെന്നായിരുന്നല്ലോ മഴ വന്നത്. വിറകൊക്കെ നനഞ്ഞുപോയാ പിന്നെ അത് കത്തത്തില്ല. അതെ അതെ, വീട്ടിലാണെങ്കിൽ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അതുവഴി ഒരു വൃദ്ധ മഴയിൽ നനഞ്ഞു വരുന്നത് അവർ കണ്ടു. ദേ അത് കണ്ടോ, ഒരു വൃദ്ധ മഴയിൽ നനഞ്ഞു വരുന്നുണ്ട്. നമ്മൾ തീർച്ചയായും അവരെ സഹായിക്കണം. ആ, വരൂ പോകാം. മഴയിൽ എന്തിനാ നനയുന്നത്? വരൂ, എന്റെ വീട് അടുത്ത് തന്നെയുണ്ട്. വളരെ നന്ദി മോനെ. ഈ കാലത്ത് ആരാ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നത്? ശ്യാമും രുക്മിണിയും ആ വൃദ്ധയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കാം, അമ്മയ്ക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ. ആ അമ്മേ, ഇവിടെ ഇരുന്നോളൂ. ഇവള് വേഗം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരും. രുക്മിണി അടുപ്പ് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു നോക്കി. പക്ഷേ ആ കൊള്ളി കത്തുന്നേയില്ല. അവൾ കുറെ നേരമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അത് കത്തുന്നേയില്ല. അയ്യോ, ഈ തീപ്പെട്ടിക്കൊള്ളി കത്തുന്നേയില്ലല്ലോ,
ഞാൻ എങ്ങനെയാണ് ഇനി ഭക്ഷണം ഉണ്ടാക്കുക? എന്താ മോളെ ഇവിടെ പ്രശ്നം? ഈ തീപ്പെട്ടിക്കൊള്ളി കത്തുന്നില്ലമ്മേ. ഞാൻ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുക? ദാ ഈ തീപ്പെട്ടി വെച്ചോ മോളെ. ഇതുകൊണ്ട് കത്തിച്ചു നോക്ക്. വളരെ നന്ദിയുണ്ടമ്മേ. ആ തീപ്പെട്ടി ഉപയോഗിച്ച് അവൾ അടുപ്പ് കത്തിച്ചു. രുക്മിണി പെട്ടെന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്ത് ശ്യാമിനും മുത്തശ്ശിക്കും വിളമ്പിക്കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും എന്നെ ഒരുപാട് സഹായിച്ചു. ദൈവം എപ്പോഴും നല്ലവരുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെയും ദൈവം തുണയായിട്ടുണ്ടാവും. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഭക്ഷണം കഴിച്ച ശേഷം 3 പേരും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ശ്യാമും രുക്മിണിയും ഉണർന്നു നോക്കിയപ്പോൾ ആ മുത്തശ്ശിയെ അവിടെ കാണാനില്ല. ആഹാ, ആ മുത്തശ്ശി എവിടേക്കാ പോയത്? അകത്ത് ചെന്ന് നോക്കിയ രുക്മിണി ഉച്ചത്തിൽ പറഞ്ഞു, ദേ ഇവിടെ ഇത് കണ്ടോ? അപ്പോൾ ശ്യാം അകത്തേക്ക് വന്ന് നോക്കി. തലേന്ന് രാത്രി അടുപ്പ് കത്തിച്ചപ്പോഴുണ്ടായ ചാരമെല്ലാം സ്വർണമായി മാറിയിരിക്കുന്നത് കണ്ട് അവർ അതിശയിച്ചുപോയി. നിങ്ങളിത് കണ്ടോ? ഇത് മുഴുവൻ സ്വർണമാണ്. എനിക്ക് തോന്നുന്നു ആ മുത്തശ്ശി തന്ന തീപ്പെട്ടിക്ക് എല്ലാത്തിനെയും സ്വർണമാക്കി മാറ്റുന്ന ശക്തിയുണ്ടെന്ന്. ഹാ, അതിങ്ങി തന്നെ, ഞാനൊന്ന് നോക്കട്ടെ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോന്ന്. രുക്മിണി വീണ്ടും അടുപ്പ് കത്തിച്ചു നോക്കി. വിറക് മുഴുവനും കത്തിത്തീർന്ന ഉടനെ വീണ്ടും അവിടെ സ്വർണം കുന്നുകൂടിയിരിക്കുന്നത് അവർ കണ്ടു. ഇത് ശരിക്കും സ്വർണം നൽകുന്ന തീപ്പെട്ടിയാണ്. ആ, ഇത് നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം. അതെ അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ശ്യാമും രുക്മിണിയും ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും തേടിച്ചെന്ന് സഹായിച്ചു. ചിലരെ വയലിൽ ജോലി ചെയ്യാൻ സഹായിച്ചു. അസുഖം ബാധിച്ച ചിലരെയും അവർ സഹായിച്ചു. ഇത് കേട്ടറിഞ്ഞ ലാല എന്ന കച്ചവടക്കാരന് ദേഷ്യം മൂത്തു. അയാൾ ശ്യാമിന്റെയും രുക്മിണിയുടെയും വീട്ടിലേക്ക് പോകുന്നു. അവരാ തീപ്പെട്ടി ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്നു. ഈ തീപ്പെട്ടി എങ്ങനെയെങ്കിലും അവരുടെ അടുത്തുനിന്ന് മോഷ്ടിക്കണമെന്ന് അയാൾ ഉറപ്പിക്കുന്നു. അന്ന് രാത്രി ശ്യാമും രുക്മിണിയും ഉറങ്ങുന്ന സമയത്ത് ലാല വീട്ടിൽ കയറി ആ തീപ്പെട്ടി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. എനിക്കിപ്പോഴാ സന്തോഷമായത്. ഞാൻ ഇത് വെച്ച് എല്ലാം സ്വർണമാക്കി മാറ്റാൻ പോവാ. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു കോടീശ്വരനായിട്ട് മാറും. ലാല അയാളുടെ വീട്ടിലുള്ള വിറക് മുഴുവനും എടുത്തു വെക്കുന്നു. എന്നിട്ട് ആ തീപ്പെട്ടി ഉപയോഗിച്ച് വിറക് മുഴുവനും കത്തിക്കുന്നു. അപ്പോൾ അയാളുടെ വീട് മുഴുവനും കത്തി നശിച്ചു. പക്ഷേ ഒടുവിൽ സ്വർണവും കിട്ടിയില്ല. ഓഹോ, എന്താ പറ്റിയത്? എന്റെ വീട് മൊത്തം തീ കത്തിയല്ലോ. എനിക്കാണെങ്കിൽ സ്വർണവും കിട്ടിയില്ല. അയാളുടെ ഒച്ച കേട്ട ശ്യാമും രുക്മിണിയും എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. എടോ, ഞാൻ തന്നോട് അന്നേ പറഞ്ഞില്ലേ അത്യാഗ്രഹം അവസാനം ആപത്തിൽ വന്ന് ചേരുമെന്ന്. ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ല. അവസാനം കണ്ടില്ലേ എന്താണ് സംഭവിച്ചതെന്ന്. ഈ കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ എപ്പോഴും തയ്യാറാകണം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതുകൊണ്ട് നമ്മുടെ സന്തോഷം വർദ്ധിക്കുകയേ ഉള്ളൂ. പക്ഷേ അസൂയപ്പെട്ടാൽ അതുതന്നെ നമുക്ക് ദോഷം വരുത്തും. സോൻപൂർ എന്നു പേരുള്ള മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ, അതായത് സുവർണക്ഷേത്രമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഈ ക്ഷേത്രം വളരെ ഇഷ്ടമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്രം സന്ദർശിക്കാനായി ധാരാളം പേർ വരുമായിരുന്നു. ഒരു ദിവസം രാവിലെ രവി, ജിമ്മി എന്നീ 2 കൂട്ടുകാർ ആ ഗ്രാമത്തിലേക്ക് വന്നു. എടാ ജിമ്മി, നിനക്കൊരു കാര്യം അറിയാവോ? ഇവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ടെന്ന്. നീ എന്താ ഈ പറയുന്നത്? ഗോൾഡൻ ടെമ്പിളോ? അതെ, ഇവിടെ അങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന്. ദൈവത്തിന്റെ വിഗ്രഹം, അമ്പലം മണി, പിന്നെ അവിടെ ഉള്ളത് എല്ലാം സ്വർണ്ണമാണെന്നാ കേട്ടത്. എനിക്ക് ആ അമ്പലം ഒന്ന് കാണണം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? എനിക്കും വലിയ ആഗ്രഹമാ. ഒരു സ്വർണം കൊണ്ടുള്ള അമ്പലം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ശരിയടാ, കൊണ്ടുപോകാം. അവർ 2 പേരും ക്ഷേത്രം എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി പോയി. കൊള്ളാമല്ലോ, ഇതുപോലൊരു അമ്പലം ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കണ്ടാ നീ അത്ഭുതപ്പെടുമെന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്രത്തോളം സ്വർണ്ണമുള്ളത്? കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാ. അതെ, നീ പറഞ്ഞ ശരിയാ. ആ 2 കൂട്ടുകാരും സുവർണക്ഷേത്രം കണ്ട് അതിശയിച്ചു പോയി. ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുത്തെ സ്വർണം എടുത്തോണ്ട് എവിടേക്കെങ്കിലും പോയാലോ? ഞാനും ഇത് തന്നെ ആലോചിച്ചത്. പക്ഷേ ഇത്രയും സ്വർണം എങ്ങനെയാ എടുത്തോണ്ട് പോകുന്നത്? ആരെങ്കിലും കണ്ടാൽ നമ്മളെ പിടിക്കത്തില്ലേ?
നമ്മള് ആരും കാണാതെ എടുത്തോണ്ട് പോകണം. രാത്രി അമ്പലത്തിൽ ആരും കാണത്തില്ല. ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും വന്ന് ഇവിടെയുള്ള സ്വർണ്ണ വിഗ്രഹവും എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് എങ്ങനെങ്കിലും ഇവിടെ നിന്നും പുറത്തോട്ട് പോകണം. ആ, ഇത് നല്ല ഐഡിയ. രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ സാധനവും എടുത്തോണ്ട് എവിടേക്കെങ്കിലും പോവാം. അവർ രണ്ടുപേരും രാത്രിയാകാനായി കാത്തിരുന്നു. രാത്രിയായപ്പോൾ തിരുമേനി ക്ഷേത്രം അടച്ചുപൂട്ടി വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ രവിയും ജിമ്മിയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. നീ എല്ലായിടത്തും നോക്കിയോ? ഇവിടെങ്ങും ആരും ഇല്ലല്ലോ. ആ ഞാൻ എല്ലായിടത്തും നോക്കി, ആരുമില്ല. നീ വേഗം എടുക്ക്, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോണം. അവർ രണ്ടുപേരും വിഗ്രഹങ്ങളും അവിടെയുണ്ടായിരുന്ന സ്വർണം കൊണ്ടുള്ള സാധനങ്ങളും ഒരു ചാക്കിൽ പൊതിഞ്ഞുകെട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാലത്തിനടുത്തേക്ക് പോയി. കണ്ടില്ലേ, നമ്മളെ ആരും കണ്ടുപിടിച്ചില്ല. ഈ സാധനം എങ്ങനെങ്കിലും ഇവിടുന്ന് കടത്തണം. അതെ, ഇവിടെ കൂടുതൽ നിൽക്കുന്നത് റിസ്കാ. ആരെങ്കിലും കണ്ടാലേ നമ്മളെ പിടിക്കും. വേഗം 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 ഇവിടുന്ന് നമുക്ക് പോകണം. അവർ രണ്ടുപേരും പാലം കടക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ പാലം അനങ്ങാൻ തുടങ്ങി. ആ പാലത്തിൽ അവർ രണ്ടുപേരും മുൻപോട്ടും പിറകോട്ടും പോയി വന്നുകൊണ്ടേയിരുന്നു. ഈ പാലത്തിന് എന്താ പറ്റിയത്? എനിക്ക് തല ചുറ്റുന്നുണ്ട്. നമ്മൾ കുറെ നേരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്തത്. കുറെ നേരമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവരെ രണ്ടുപേരെയും കടന്നു പോകാൻ ആ പാലം അനുവദിച്ചില്ല. പെട്ടെന്ന് ആ പാലം മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. പക്ഷേ അവർ രണ്ടുപേരും ആ പാലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ പാലത്തിന് എന്താ പറ്റിയത്? ആരെങ്കിലും രക്ഷപ്പെടുത്തോ? മുകളിൽ പൊങ്ങി നിന്നിരുന്ന ആ പാലം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ അത് അപ്രത്യക്ഷമായി പോയി. അവർ രണ്ടുപേരും ശക്തമായി താഴേക്ക് നിലംപതിച്ചു. അവരുടെ നിലവിളി കേട്ട് ഗ്രാമവാസികളെല്ലാവരും പുറത്തേക്ക് വന്നു. ഈ രാത്രി സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഇങ്ങനെ നോക്കിയ തിരുമേനി, ഈ പാലം ഞങ്ങളെ രണ്ടുപേരെയും പുറത്തോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അതിൽ തെറ്റൊന്നുമില്ല. ഇതെന്താണ്? അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പാലം മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ഉള്ളത് കണ്ടു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെയാ സംഭവിച്ചത്? പാലം മറഞ്ഞു പോയിരുന്നില്ലേ? നമ്മൾ താഴോട്ട് വീഴുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തോ? അവർ രണ്ടുപേരും പരസ്പരം നോക്കി. താങ്കൾക്ക് ഇക്കാര്യം എങ്ങനെ മനസ്സിലായി? കാരണം ഇതൊരു മാന്ത്രിക പാലമാണ്. തെറ്റ് ചെയ്തവരും മോഷ്ടിച്ചവരും ഈ പാലം കടന്നു പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പാലം നിങ്ങളെ പോകാൻ അനുവദിക്കാഞ്ഞത്. നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം തിരുമേനി. ഞങ്ങള് അമ്പലത്തിലുള്ള വിഗ്രഹവും മറ്റ് സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇവിടുന്ന് എവിടേക്കായാലും പോകാൻ വേണ്ടിയാ പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഈ പാലത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. തെറ്റ് ചെയ്തവർ ഈ പാലം കടന്നു പോകാൻ സാധിക്കില്ല. ഇനി ഞങ്ങൾ ഒരിക്കലും മോഷണമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല. കണ്ടില്ലേ കൂട്ടുകാരെ, ഈ മാന്ത്രിക പാലമുള്ളതുകൊണ്ട് കുറ്റം ചെയ്ത ഈ രണ്ടുപേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്, തെറ്റു ചെയ്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്ന്. ഇതേപോലെ തന്നെ നിങ്ങളും ജീവിതത്തിൽ എപ്പോഴും നന്മകൾ മാത്രമേ ചെയ്യാവൂ. ഏത് പ്രതിസന്ധിയിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല. രഹംപൂർ എന്ന ഗ്രാമത്തിൽ കേശവും അയാളുടെ ഭാര്യയും ജീവിച്ചു പോന്നിരുന്നു. കേശവന് പച്ചക്കറി വിൽക്കുന്ന ജോലിയായിരുന്നു. പല പല ഗ്രാമങ്ങളിലും പല ഉത്സവ സ്ഥലങ്ങളിലും ചെന്ന് പച്ചക്കറി ഏൽപ്പിക്കുന്ന ജോലിയും ഉണ്ടായിരുന്നു. കേശവ് ശരിക്കും ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ പാവപ്പെട്ടവരെ ധാരാളം സഹായിക്കുമായിരുന്നു. ചമ്പക് സേട്ട് എന്ന പേരുള്ള ഒരാളുടെ കീഴിൽ കണ്ടക്ടറിന്റെ ജോലിയും ചെയ്യുമായിരുന്നു. ഓർഡർ എടുക്കുവാൻ വേണ്ടി പല പല ഗ്രാമങ്ങളിൽ കേശവ് പോയിരുന്നു. സേജി, ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി ഡെലിവറി കൊടുക്കാൻ ഓർഡർ വന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് എല്ലാ വക പച്ചക്കറിയും ഉണ്ടല്ലോ അല്ലേ? ഇവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട്. താൻ വേഗം ചെന്ന് ഓർഡർ പിടിച്ചോണ്ട് വാ. പച്ചക്കറികൾ കണ്ടു കഴിഞ്ഞ് കേശവൻ സേഠ്ജിയോട് പറഞ്ഞു. എന്താ സേജി ഇത്? പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഒന്ന് വാടിയിട്ടുണ്ടല്ലോ. ഇത് ഞാൻ എങ്ങനെയാ കൊണ്ടുപോയി കൊടുക്കുക? അതായത് ഞാൻ എപ്പോഴും ഫ്രഷായ പച്ചക്കറികൾ കൊടുത്തുകൊണ്ടിരുന്നാലേ എനിക്ക് എന്ത് ലാഭം കിട്ടാനാ പറഞ്ഞേ? ഇപ്പൊ ഇവിടെ വച്ചിരിക്കുന്ന ഈ പച്ചക്കറികളും കൊണ്ടുവന്നേ പോടൂ. ഇത് ചെറിയ കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണ് സേജി. ഇത് അവര് കഴിച്ചാൽ അവർക്ക് അസുഖം വരും. എന്നെ കൊണ്ട് ഇത് പറ്റില്ല. താൻ എനിക്ക് ഓർഡർ തന്നില്ലെങ്കിൽ ഞാൻ ഈ പച്ചക്കറി കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. കുട്ടികളുടെ കാര്യം ഓർത്ത് എന്റെ ലാഭമൊന്നും വിട്ടുതരാൻ പറ്റില്ലടോ.
നിങ്ങൾ വേണമെങ്കിൽ എന്റെ പാതി ശമ്പളം പിടിച്ചേക്കൂ, എന്നിട്ട് എനിക്ക് നല്ല പച്ചക്കറികൾ തരൂ. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തന്റെ ശമ്പളത്തിൽ നിന്ന് പാതി ഞാൻ എടുത്തോളാം, കേട്ടല്ലോ. എന്നാ ശരി, നല്ല ഫ്രഷായ പച്ചക്കറികൾ എടുത്തിട്ട് പോയി ഓർഡർ എടുത്തിട്ട് വാ. കേശവൻ പച്ചക്കറി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുകയും പകുതി ശമ്പളത്തോടെ വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. അങ്ങനെ കേശവ് വീട്ടിലെത്തി. അല്ല, എന്തുപറ്റി? ഇന്നെന്താ ഒരു മൂഡ് ഔട്ട് പോലെ? കേശവൻ നടന്ന കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറയുകയും പകുതി ശമ്പളം അവൾക്ക് നൽകുകയും ചെയ്തു. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ചേട്ടൻ കേൾക്കുവോ എന്തോ? കേൾക്കാം, നീ കാര്യം പറ. നമ്മൾ സ്വന്തമായിട്ട് ഒരു പച്ചക്കറി കൃഷി തുടങ്ങിയാല് ആവശ്യാനുസരണം ജനങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഫ്രഷായ പച്ചക്കറി കിട്ടുകയും ചെയ്യും, നമുക്കും അത് ലാഭവുമായിരിക്കും. എന്താ? നല്ല വിഷയമാണ് നീ പറഞ്ഞത് സീമ. നമുക്കത് ചെയ്യാം. നമ്മുടെ വീട്ടിന്റെ പുറകെ സ്ഥലമുണ്ടല്ലോ, അവിടെ നമുക്ക് കൃഷി ഉണ്ടാക്കാം. അതിന് നമുക്ക് സ്കൂളിലേക്കും മറ്റു സ്ഥലങ്ങൾക്കും കച്ചവടം ചെയ്യാം. അതുകൊണ്ട് കുട്ടികൾക്കും ജനങ്ങൾക്കും നല്ല പച്ചക്കറി കിട്ടും. കേശവും സീമയും കൂടി മാർക്കറ്റിൽ നിന്നും നല്ല വിത്തുകൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. അവരുടെ കൃഷിസ്ഥലത്ത് വിതയ്ക്കുകയും ചെയ്തു. കേശവും സീമയും പച്ചക്കറി കൃഷിയെ സംരക്ഷിച്ചു പോന്നു. കീടനാശിനി തളിക്കാതെ തന്നെ കീടങ്ങളെ അവർ അകറ്റി. സ്വന്തം പച്ചക്കറി കൃഷിത്തോട്ടം വളരെ സൂക്ഷ്മതയോടെയും പരിചരിച്ചു പോന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നല്ല ഇനം പച്ചക്കറികൾ അവരുടെ തോട്ടത്തിൽ വിളയുകയും ചെയ്തു. കണ്ടോ സീമ, നമ്മുടെ തോട്ടത്തെ ചെടികൾ എത്ര നന്നായിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഫ്രഷായ പച്ചക്കറികൾ സ്കൂളിൽ കൊടുത്തിട്ട് വരാം. ആവശ്യാനുസരണം ഫ്രഷായ പച്ചക്കറികൾ കേശവ് കൊണ്ടുപോയി എല്ലായിടത്തും കൊടുത്തു. സ്കൂളിലെ കുട്ടികൾ നല്ല ഇനം പച്ചക്കറികൾ വെച്ച് സന്തോഷിച്ചു. കേശവനോട് നന്ദി പറയുകയും ചെയ്തു. സത്യസന്ധതയോടെ ജോലി ചെയ്തതിൽ വളരെയധികം കൃതജ്ഞനായിരുന്നു കേശവും. സീമ, നീ എവിടെയാ? ഒന്ന് ഇവിടേക്ക് വാ. ദാ വരുന്നു. എന്താ പറ്റിയെന്ന് പറയൂ. ഇവിടെ കണ്ടോ, എനിക്ക് പുതിയ 2 ഓർഡർ കിട്ടി. അവർക്കൊക്കെ നമ്മുടെ ഫ്രഷ് പച്ചക്കറികൾ ഇഷ്ടപ്പെട്ടു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ സത്യസന്ധതയോടെയല്ലേ നിങ്ങൾ കൃഷി ചെയ്തത്, അതുകൊണ്ട് അതിന്റെ ഫലം കിട്ടുകയും ചെയ്യും. അതിന് ഞാൻ മാത്രമല്ല, നീയും തന്നെ കാരണം സീമ. കേശവന്റെ ഉയർച്ചയിൽ ചമ്പക് സേട്ടിന് വല്ലാത്തൊരു അസൂയ തോന്നാൻ തുടങ്ങി. കേശവന്റെ പച്ചക്കറി കൃഷി നശിപ്പിക്കാൻ അയാൾ ഓരോ പ്ലാനിട്ടു. രാത്രി സമയത്ത് ആരും കാണാതെ കേശവന്റെ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ വന്ന് എല്ലാം തീയിട്ട് നശിപ്പിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നാളെ ഇവൻ പച്ചക്കറി എങ്ങനെ കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണണം. എന്റെ അടുത്ത് ഏറ്റുമുട്ടാൻ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കില്ല, ശരിയാക്കി കളയും ഞാൻ. പിറ്റേ ദിവസം കേശവും സീമയും കൃഷിസ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ കരിഞ്ഞിരിക്കുന്ന പച്ചക്കറി കൃഷിയാണ് കണ്ടത്. അയ്യോ, നമ്മുടെ ഈ പച്ചക്കറി കൃഷിത്തോട്ടം ആരാണ് ഇങ്ങനെ നശിപ്പിച്ചത്? ഈ പച്ചക്കറിയൊക്കെ എങ്ങനെയാണ് കത്തിക്കരിഞ്ഞത്? അയ്യോ ദൈവമേ, ഇപ്പൊ ഞാൻ എന്തു ചെയ്യും? കുട്ടികൾക്ക് പച്ചക്കറി കൊടുക്കണമല്ലോ. പൊടുന്നനെ അവിടെ മമതയുടെ ദേവി പ്രത്യക്ഷപ്പെട്ടു. പുത്ര, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കുട്ടികൾക്കെന്നും നല്ലത് വരുത്താനായിട്ട് മാത്രമാണ് നീ ശ്രമിച്ചിരിക്കുന്നത്. നാം മമതയുടെ ദേവിയാണ്. നിങ്ങളുടെ 2 പേരുടെ സത്യസന്ധതയിൽ നാം സന്തുഷ്ടയായിരിക്കുകയാണ്. നാം നിനക്ക് വരങ്ങൾ തരുന്നു. നിങ്ങളുടെ കൃഷിസ്ഥലത്തുണ്ടാക്കുന്ന പച്ചക്കറികൾ ഒരിക്കലും കേടുവരികയില്ല, മനസ്സിലായോ? എന്നെന്നും നിങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നല്ല ഫ്രഷോടെ തന്നെ ഇരിക്കുന്നതാണ്. ആരെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവന് തന്നെ ആ നാശം തിരിച്ചു കിട്ടുന്നതാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ അവിടെയുള്ള പച്ചക്കറികൾ വീണ്ടും പുതിയ പച്ചക്കറികളായി മാറി. കേശവ് ആ പച്ചക്കറികൾ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ചമ്പക് സേട്ട് അന്ന് രാത്രിയും ആ കൃഷിത്തോട്ടത്തിൽ എത്തി. ഈ പച്ചക്കറി കൃഷി എങ്ങനെയാ വീണ്ടും ഫലഭൂയിഷ്ടമായത്? അതിശയം തന്നെ. ഞാൻ വേഗം ചെന്ന് കുറച്ച് വിഷം കൊണ്ടുവന്ന് ഇവിടെ തളിക്കട്ടെ. അതിനുശേഷം ഈ പച്ചക്കറി ആരെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ പിന്നെ അവൻ രോഗിയായി കിടപ്പിലാകും. പിന്നീട് ജനങ്ങളെല്ലാം കേശവനെ ഇത് വളരെ മോശമായെന്നും പറഞ്ഞ് ചീത്ത വിളിച്ചോളും. ചമ്പക് സേട്ട് കൃഷിസ്ഥലത്ത് വിഷലായനി ഒഴിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ഈ പച്ചക്കറികളെല്ലാം കേശവ് ഒരു സ്കൂളിൽ കൊണ്ടുപോയാണ് കൊടുത്തത്. ആ സ്കൂളിൽ ചമ്പക് സേട്ടിന്റെ മകനും പഠിച്ചിരുന്നു. ആ പച്ചക്കറിയുടെ ഭക്ഷണം കഴിച്ച് സേട്ടിന്റെ മകൻ രോഗിയായി. എന്നാൽ മറ്റു കുട്ടികൾക്ക് യാതൊന്നും സംഭവിച്ചില്ല. ദൈവമേ, എന്റെ മോൻ എന്താ എത്ര പെട്ടെന്ന് പറ്റിയത്? മോനെ, നിനക്ക് എന്താ പറ്റിയത്? സേജി, ഇത് നിങ്ങൾ ചെയ്ത തെറ്റിന് ഫലമാ. നിങ്ങൾ കുട്ടികളെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ പച്ചക്കറിയിൽ വിഷലായനി തെളിച്ചു. അതിന്റെ കാരണം കൊണ്ടാണ് നിങ്ങളുടെ മകന് സുഖമില്ലാതെ പോയെ. കേശവ, താൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇപ്പോഴാ എനിക്ക് ബോധോദയുണ്ടായത്. മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇപ്പോഴാണ് ഞാനത് ശരിക്കും മനസ്സിലാക്കിയത്. എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ ചെയ്ത തെറ്റ് എന്റെ മോൻ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ മോന് ദിവസം ഫ്രഷ് പച്ചക്കറികൾ കൊടുത്താൽ വേഗം ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞ്.
ഞാൻ നാളെ തൊട്ട് ഞങ്ങളുടെ തോട്ടത്തിൽ വിളയുന്ന നല്ല പച്ചക്കറികൾ കൊണ്ടുവന്ന് തരാം സജ്ജി. ചമ്പക് സേട്ട് ഇത്രയൊക്കെ നീചപ്രവൃത്തികൾ ചെയ്തെങ്കിലും അതെല്ലാം മറന്ന് കേശവ് നല്ല പുത്തൻ പുതിയ പച്ചക്കറികൾ വീട്ടിലെത്തിച്ചു കൊടുത്തു. അത് കഴിച്ച് അയാളുടെ മകൻ സുഖം പ്രാപിച്ചു. നിങ്ങളുടെ പ്രവൃത്തിയും ചിന്തകളും നല്ലതുമാണെങ്കിൽ എന്നെന്നും നിങ്ങൾക്ക് നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ. മറ്റുള്ളവർ നാശമാവണമെന്ന് വിചാരിച്ചാൽ ആ നാശം നിങ്ങളിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്യും.